ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരുപാട് നാളായല്ലേ നമ്മൾ സെയിൽ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട്. അപ്പോൾ പലരും നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട്, പ്ലാൻസ് ഒന്നും ഇല്ലേ, ഇപ്പോൾ സെയിലൊക്കെ നിർത്തിയോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ നമ്മൾ മഴയൊക്കെ ആയതുകൊണ്ടായിരുന്നു കേട്ടോ നിർത്തി വെച്ചിരുന്നത്. അപ്പോൾ നമ്മളിതേ സ്റ്റാർട്ട് ചെയ്യാണ് നമ്മുടെ കുറച്ച് നാളത്തെ ഗ്യാപ്പിന് ശേഷമുള്ള വീഡിയോസ് എല്ലാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ യൂജീനിയയാണ്. ആകർഷകമായ തിളങ്ങുന്ന സസ്യജാലങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ യൂജീനിയ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ഡ്വാർഫ് വെറൈറ്റിയാണ് കേട്ടോ. നമ്മൾ സാധാരണ റോഡ് സൈഡിലൊക്കെ കണ്ടിരുന്ന ആ ഒരു യൂജീനിയ അല്ല, ഇത് ഡോർഫാണ്. 6 മാസത്തിലൊരിക്കലോ 2 മാസത്തിലൊരിക്കലോ മന്ത്ലി ഒന്നും നമ്മളിത് പ്രൂൺ ചെയ്ത് കൊടുക്കുകയോ അങ്ങനത്തേതായിട്ടുള്ള യാതൊരു കാര്യങ്ങളും ചെയ്യേണ്ടതില്ല കേട്ടോ. ഡ്വാർഫ് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഈ ചെടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് ഹൈറ്റ് വെച്ച് പോകാതെ വളരെ തിക്കായിട്ട് നമ്മുടെ ചെടിച്ചട്ടി പോലും കാണാത്ത രീതിയിലാണ് കേട്ടോ ഇത് പടർന്ന് നല്ല ബുഷിയായിട്ട് നിൽക്കുന്നത് കാണാൻ കഴിയുക. അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ വലിയ പ്ലാന്റ്സ് ആണുള്ളത്. ഒരു ചെടിയിൽ തന്നെ 2-3 കളറുകളിൽ ഇലകൾ നിൽക്കുന്നത് കാണാൻ വളരെ ഭംഗിയാണല്ലേ. അത് ഞാനുൾപ്പെടെ നമ്മളെല്ലാവരെയും ഒരേപോലെ ആകർഷിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചെടിയാണ് കേട്ടോ നമ്മുടെ യൂജീനിയ. ഈ കാണുന്നതെല്ലാം നമുക്ക് സ്റ്റോക്ക് വന്നിരിക്കുന്ന പ്ലാന്റ്സ് ആണ്. 350 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. അതിലുപരി വളരെ എളുപ്പത്തിൽ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാവുന്നതാണ്. സാധാരണ നമ്മുടെ കയ്യിൽ എത്രയൊക്കെ യൂജീനിയ മേടിച്ച് വെച്ചാലും അതിനകത്തുനിന്ന് നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാനുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. നമ്മൾ കുറേ കട്ടിങ്സ് വെച്ചാൽ മാത്രമാണ് 1-2 ചിലത് വേര് പിടിച്ച് വരികയുള്ളൂ കേട്ടോ. എന്നിരുന്നാൽ ഇതങ്ങനെയല്ല. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാൻ കഴിയാവുന്ന ചെടി കൂടിയാണ്. ഇത്രയും ബുഷിയായിട്ടാണ് കേട്ടോ നമ്മുടെ ചെടികൾ ഇങ്ങനെ നിങ്ങളുടെ കൈകളിലേക്ക് വരാനായിട്ട് തയ്യാറായിട്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ സൺലൈറ്റ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടി കൂടിയാണ് നമ്മുടെ യൂജീനിയ. എത്രമാത്രം സൺലൈറ്റ് ലഭിക്കുന്നോ അതനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ചെടിയിൽ വരുന്ന പുതിയ പുതിയ നാമ്പുകൾക്ക് ഇതേപോലെയുള്ള നിറങ്ങൾ കാണുകയുള്ളൂ. പിന്നെ യൂജീനിയയിൽ നല്ല റെഡ് കളർ വരുന്ന വെറൈറ്റീസ് ഉണ്ട്. കൂടാതെ ഇതേപോലെ കാണുന്ന ഗോൾഡൻ കളറുകളിൽ വരുന്ന വെറൈറ്റീസും അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ സൺലൈറ്റ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണെന്ന് നമ്മൾ പറഞ്ഞു. സൺലൈറ്റിൽ ചെടിക്ക് ലഭിക്കുന്നത് പോലെ തന്നെയാണ് നല്ല രീതിയിൽ വെള്ളവും ഈ ചെടിക്ക് ആവശ്യമാണ്. വെള്ളം കൊടുക്കാനൊക്കെ നമ്മൾ വൈകിട്ടുണ്ടെങ്കിൽ ചെടിയുടെ ഇലകൾ ചുരുണ്ടുകൂടി വരികയും ചെടി നാശമായി പോവുകയും ചെയ്യും. ഇതിൻ്റെ ഇലകൾ ഒരു തവണ ചുരുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനെ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സൂര്യപ്രകാശം ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ജലാംശവും ഇഷ്ടപ്പെടുന്ന ഒരു ചെടി കൂടിയാണിത്. ഇത് രണ്ടും നമുക്ക് ഈ ചെടിക്ക് നൽകാൻ പറ്റില്ല എങ്കിൽ ചെടി വാങ്ങിക്കാതിരിക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. പിന്നെ കാര്യമായ വളപ്രയോഗത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നിരുന്നാലും നമ്മുടെ കയ്യിൽ കിട്ടുന്ന നാടൻ വളങ്ങൾ എന്തെങ്കിലും ചെടിക്കകത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി. കാരണം ഇത് പോട്ടിനകത്തിരിക്കുന്ന ചെടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ മാത്രമാണ് ഈ ചെടിക്ക് കിട്ടുകയുള്ളൂ. കൂടാതെ സാധാരണ നമ്മളിത് താഴെ വെക്കുകയാണെങ്കിൽ നമ്മൾ കാര്യമായ വളങ്ങളൊന്നും കൊടുക്കണ്ട. ഈ ചെടിക്ക് ആവശ്യമായിട്ടുള്ള ജലവും ലവണവും എല്ലാം ഇത് മണ്ണിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും വേര് വഴി വലിച്ചെടുത്തിട്ട് അതിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കും. പിന്നെ നമ്മളതിന് 350 രൂപയാണ് പ്രൈസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് പേര് ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇത് വളരെ റേറ്റ് കൂടുതലല്ലേ എന്ന്. ഒരിക്കലുമല്ല. യൂജീനിയയിൽ തന്നെ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ്സ് ഇറങ്ങിയിട്ടുണ്ട്. അതിനെല്ലാം വളരെ കുറഞ്ഞ വിലയാണ് വരുന്നത്. നല്ല വെറൈറ്റി യൂജീനിയയ്ക്ക് അത്യാവശ്യം നല്ല വിലയും വരുന്നുണ്ട് കേട്ടോ. അപ്പം 450-550 യൂജീനിയാസ് നമ്മുടെ കയ്യിൽ പല സൈസുള്ള ചെടികളും അവൈലബിൾ ആണ്. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ എന്നാൽ തരക്കേടില്ലാത്ത ഒരു സൈസിലുള്ള ചെടി കൂടിയാണ് നമ്മൾ 350 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് തരുന്നത്. ഈ കാണുന്ന ഡ്വാർഫ് വെറൈറ്റി യൂജീനിയാസ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തേക്കൊന്ന് മെസ്സേജ് അയച്ചോളൂ കേട്ടോ. അപ്പോൾ കഴിവതും കോൾ ചെയ്യാതിരിക്കുക. ഏത് പ്ലാൻസിൻ്റെ ഡീറ്റെയിൽ ആണോ ആവശ്യമെങ്കിൽ അതൊന്ന് നിങ്ങൾ വാട്സപ്പിനകത്ത് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സൗകര്യം പോലെ നമ്മൾ റിപ്ലൈ തരാം കേട്ടോ. അപ്പോൾ അത് 1 ദിവസം 2 ദിവസത്തിലൊന്നും അധികം പോകില്ല. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷം. മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.